ഉത്രാടം നക്ഷത്രക്കാർ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്തിന്? എടീ, നാളിന് ദുരിതപൂർണമായിരിക്കുമെന്ന്. ഓ, അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല, സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എടീ, നമ്മുടെ വീട്ടിലെ ഒരു നാളുകാർക്കും അത്ര നല്ലതല്ലല്ലോ. ഹായ്, അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടേ? ഒന്ന് പോവച്ചേ. ഞാൻ ആ ജോൾസിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. എന്തിന്? എന്റെ അമ്മൂമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തായാലും ഇത്ര നാളായിട്ടോ ദുരിതങ്ങൾ മാത്രമല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനിയിപ്പോ അത് തന്നെ അങ്ങ് പോട്ടെ. ഇതെല്ലാം പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ലല്ലോ. അതൊക്കെ മാറും. നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കല്ലേ. എന്തോ ഒരു അപകടം വരാൻ പോകുന്ന പോലെ ഒരു തോന്നല്. ഇതിക്കുള്ളിൽ ഇനി എന്ത് അപകടം വരാനെവിടെ? ചേച്ചു, നീ ചുമ്മാ രാവിലെ തന്നെ നെഗറ്റീവ് പറയല്ലേ. അത് ശരി, ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു തരാം. അത് നെഗറ്റീവ് ആവുമോ? നിനക്കത് പറഞ്ഞില്ലെങ്കിൽ എന്തോ അത്ര കുഴപ്പം? അമ്മൂമ്മക്ക് എന്താ അമ്മൂമ്മ? നിനക്കെന്താ കുഴപ്പം? നീ അത് പറഞ്ഞേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മൂമ്മ ഈ അന്ധവിശ്വാസമൊക്കെ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരുവാ. എന്തെങ്കിലും കാര്യം പറഞ്ഞ ഉടനെ അത് അന്ധവിശ്വാസവും. നീ പോവച്ചേ അവിടുന്ന്. എന്താണ്? അമ്മമ്മ, ഞങ്ങൾ മാളുവിന്റെ വീട്ടിൽ കളിക്കാൻ പോയിക്കോട്ടെ? പോകുന്നൊക്കെ കൊള്ളാം, പെട്ടെന്ന് വന്നോളണം. ഓക്കെ. പിന്നെ അവളെ മര്യാദയ്ക്ക് നോക്കിക്കോളാം. ഓക്കെ. എവിടെ പോന്നു? മാളുവിന്റെ വീട്ടിൽ കളിക്കാൻ. ഇപ്പൊ പോവണ്ട. പിള്ളേര് കളിക്കാൻ പോട്ടെ അമ്മൂമ്മ. ഈ ആഴ്ച പിള്ളേരുടെ സമയം ശരിയല്ല, അതുകൊണ്ട് കളിക്കാൻ പോകണ്ട. ഈ ആഴ്ച പിള്ളേരുടെ സമയം ശരിയല്ല, അതുകൊണ്ട് കളിക്കാൻ പോവണ്ടെന്നാ? അങ്ങനെയാണ്. അപ്പൊ അടുത്ത ആഴ്ച സമയം ശരിയല്ലെങ്കിലോ? അടുത്ത ആഴ്ച സമയം ശരിയല്ലെങ്കിൽ അടുത്ത ആഴ്ചയും പോകണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച സമയം ശരിയല്ലെങ്കിലോ? സമയം ശരിയാവുന്നത് വരെ ഇവിടുന്ന് പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ പിള്ളേർക്ക് ജീവിതകാലം മൊത്തം വീട്ടിൽ തന്നെ ഇരിക്കേണ്ട വരും. കളിക്കാൻ പോകാനേ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അമ്മൂമ്മ അങ്ങനെ ഓരോന്നൊക്കെ പറയും. നിങ്ങൾ പോയി കളിച്ചിട്ട് പോവാ പിള്ളേരെ. എന്റെ അനുവാദമില്ലാതെ വീടിന് വെളിയോട്ട് ഇറങ്ങാണ്ടല്ലോ, ശരിയാക്കി കളയും. ഒരെന്തോന്നുമില്ല, പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. എന്റെ ലച്ചു, കാലം വല്ലാത്തതാ. പിള്ളേരെ അങ്ങനെ കളിക്കാനൊന്നും വിടാൻ പറ്റത്തില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്കറിയാവോ? എന്റെ അമ്മൂമ്മ, കാലത്തിന് യാതൊരു കുഴപ്പമില്ല. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പാരന്റ്സ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ വരാൻ പോണില്ല. എന്റെ അമ്മൂമ്മ, അല്ലെങ്കിൽ ഞാൻ എത്ര നാളാന്ന് പറഞ്ഞാണ് പിള്ളേരെ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത്. നാട്ടുകാരായിട്ടെങ്കിലും ഇടപെടണ്ടേ? അതൊക്കെ വേണം, പക്ഷെ എന്നാലും ഇപ്പൊ കളിക്കാൻ പോകണ്ട. ഇവിടെ ഇരുന്ന് കളിക്കുന്ന കളിയൊക്കെ മതി. എന്റെ അമ്മൂമ്മ, അവര് പോയിട്ട് വരട്ടെ അമ്മൂമ്മ. വേണ്ടെന്നേ, അങ്ങനെ പോകണ്ടെന്നേ. അമ്മൂമ്മ, മകൻ നാളാർക്ക് എപ്പോഴാ കളിക്കാൻ പറ്റുക നോക്കി. അതെ, അത് ഞാൻ ജോൾസിനെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. എന്റെ ദൈവമേ, പിള്ളേർക്കൊന്ന് കളിക്കാൻ പോണെങ്കിലും ജോൾസിനെ വിളിച്ച് ചോദിക്കണോ? വേണം. ഇതെവിടെ പോന്നു? കടയില് പോറേ. ലച്ചു, സമയം എന്തായി കാണും? സമയം ഇപ്പൊ 8:30 കാണും. എന്തായാലും രാഹുകാലം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അമ്മൂമ്മക്ക് എന്താ അമ്മൂമ്മ, ഇപ്പൊ കടയിൽ പോണതിന്റെ രാഹുകാലം നോക്കണോ? നോക്കണം. എടി കൊച്ചേ, നീ കേട്ടതല്ല ഈ ആഴ്ചത്തെ വാരഫലം എന്നും പറയും. എവിടെ പോവാതെ തന്നാ ഒന്നും സംഭവിക്കാതിരിക്കൊന്നുമില്ലല്ലോ. വരാനുള്ളതാണെങ്കിൽ വീട് അന്വേഷിച്ചു വരും. അന്വേഷിച്ചു വന്നാലും ഇല്ലെങ്കിലും പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട, അത്രേ ഉള്ളൂ. പോകുന്നു പറഞ്ഞാൽ ഞങ്ങൾ പോകും. അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ലല്ലോ. ഇത്തരം വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. അപ്പൊ ഞങ്ങളാ നിന്നെ പോകുന്ന വഴിക്ക് മാളുവിന്റെ വീട്ടിലാക്കിയാ പോരെ? ഓക്കെ. കലയാൻറ്റി, കടയിലോട്ട് ഞാനും വരാം. അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്, സൂക്ഷിച്ചോ. പോയിട്ട് വരുമ്പോ അമ്മൂമ്മയ്ക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. ബൈ ആൻറ്റി.